പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 5 പേജ് നമ്പർ 123 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള പോർഷൻസ് എല്ലാം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് നമ്മുടെ ഫിഗർ ഇറ്റ് ഔട്ടിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗിൾസ് മാർക്ക്ഡ് ബിലോ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ആരോ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ രണ്ട് ലൈൻസ് പാരലലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു, രണ്ട് ലൈൻസ് പാരലലാണ്, അതിനെ ഒരു ട്രാൻസ്വേഴ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണല്ലേ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കാം. കാരണം എന്താണ്? ഈ രണ്ട് ലൈൻസിൻ്റെ ഇൻറ്റീരിയറിലാണ്, അകത്ത വശത്താണ് ഈ രണ്ട് ആംഗിൾസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലൽ ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ദെയർഫോർ എ ഈസ് ഈക്വൽ ടു 48 ഡിഗ്രി. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആണ് കേട്ടോ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. സിൻസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഫോംഡ് ബൈ ദ ട്രാൻസ്വേഴ്സിൽ ഇൻ്റർസെക്റ്റിംഗ് എ പെയർ ഓഫ് പാരലൽ ലൈൻസ് ആർ ഓൾവേസ് ഈക്വൽ ടു ഈച്ച് അതർ, ദെയർഫോർ എ ഈസ് ഈക്വൽ ടു 48 ഡിഗ്രി. ഇവിടെയും ലൈൻസ് പാരലലാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. സോ ബി ഈസ് ഈക്വൽ ടു 52 ഡിഗ്രി. ഇവിടെയും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇവിടെ നമ്മളോട് ആംഗിൾ സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ഇത് നോക്കിയേ, ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾസിൻ്റെ മെഷർമെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് മെത്തേഡിൽ ഇത് കണ്ടുപിടിക്കാം. ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ലൈൻസ് പാരലൽ ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ആ ഒരു മെത്തേഡിൽ കണ്ടുപിടിക്കാം. അടുത്ത മെത്തേഡ്, ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ഓൾവേസ് ആഡ് അപ്പ് ടു 180 ഡിഗ്രി എന്ന് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 99ഉം സിയും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സി കണ്ടുപിടിക്കണമെങ്കിൽ 180യിൽ നിന്ന് 99 സബ്ട്രാക്ട് ചെയ്താൽ മതി. അത്രയും കറങ്ങുന്നതിലും ഈസി എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. സോ സി ഈസ് ഈക്വൽ ടു 81 ഡിഗ്രി. ഇനി അടുത്തത് ആംഗിൾ ഡി കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ഓൾവേസ് ആഡ് അപ്പ് ടു 180 വെച്ചിട്ട് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എളുപ്പം എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ലൈൻസ് പാരലലാണ്, കണ്ടല്ലോ. അപ്പോൾ ഡി എന്തായിരിക്കും? 99 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത്, ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ രണ്ട് ലൈൻസാണ് പാരലൽ എന്ന് തന്നിട്ടുള്ളത്. ഇത് രണ്ടും എന്താണ്? ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സിൽ വരുന്ന ആംഗിളും കൂടെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? നമുക്ക് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സലിൻ്റെ വെച്ചുള്ള ആംഗിൾസിൻ്റെയാണ് നമുക്കറിയാവുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഈ ട്രാൻസ്വേഴ്സിൽ വെച്ചിട്ട് ഈ രണ്ടും എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതുകൊണ്ട് ആംഗിൾ ഇ എന്താണ് എന്ന് നമുക്ക് പറയാം? 69 ഡിഗ്രി ആണ് എന്ന് പറയാം. ഇനി അടുത്തത്, ഇവിടെ ഈ രണ്ട് ലൈൻസ് പാരലലാണ്, ഇത് ട്രാൻസ്വേഴ്സലാണ്. ഇത് രണ്ടും ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ. ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിൽ വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ എന്ത് പറയാം? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ഓൾവേസ് ആഡ് അപ്പ് ടു 180 ഡിഗ്രി. സോ ആംഗിൾ എഫ് പ്ലസ് ആംഗിൾ 132 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എഫ് എന്തായിരിക്കും? 180യിൽ നിന്ന് 132 സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് 48 ഡിഗ്രി. അടുത്തത്, ഇവിടെ നമുക്ക് ആംഗിൾ ജി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലലാണ്, ഇത് ട്രാൻസ്വേഴ്സലാണ് എങ്കിൽ ആംഗിൾ ജിയും ഇതും കൂടെ എന്താണ്? ഇത് രണ്ടും
കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ജിയും ഇതും ഈക്വലാണ്. അതിൻ്റെ അർത്ഥം ജി ഈസ് ഈക്വൽ ടു 122 ഡിഗ്രി. ഇനി ഇവിടെ പാരലലായിട്ടുള്ള രണ്ട് ലൈൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് അല്ലേ. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ഇത് നമുക്കെടുക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. സോ എച്ച് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. നിങ്ങൾ ഒരിക്കലും ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിട്ട് എടുക്കരുത്. കാരണം എന്താണ്? ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർസ് ആകുന്നത് ഇത് രണ്ടും പാരലലും ഇത് ട്രാൻസ്വേഴ്സിലും ആകുമ്പോഴാണ്. പക്ഷേ ഈ രണ്ട് ലൈൻസ് പാരലൽ അല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്താൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. പാരലൽ ലൈൻസ് എപ്പോഴും നോക്കുക, അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സിൽ നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ആംഗിൾ ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടുമാണ് പാരലൽ ലൈൻ, ഇത് ട്രാൻസ്വേഴ്സിലാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. പാരലൽ ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. സോ എച്ച് ഈസ് ഈക്വൽ ടു 75. ഇനി ഇവിടെ പാരലൽ ലൈൻസ് ഏതൊക്കെയാണ്? ആരോ തന്നിരിക്കുന്നത് എപ്പോഴും നോക്കുക, ഈ ലൈനും ആണ് അല്ലേ. ഈ രണ്ട് ലൈൻസ് പാരലലാണ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ഐ എത്രയാണ് എന്നെടുക്കാം. ഇത് രണ്ടും പാരലലും ഇത് നമുക്ക് എന്തായിട്ടെടുക്കാം? ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കാം. ഓക്കെ, ഇതിനെ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അങ്ങ് തീരും കേട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, ഇത് ട്രാൻസ്വേഴ്സലും ഇത് രണ്ടും പാരലൽ ലൈൻസും. അപ്പോൾ ഈ ആംഗിളും ആയിരിക്കും എന്താ? ഈ ആംഗിളും ആയിരിക്കും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. മനസ്സിലായല്ലോ? ഈ ആംഗിളും ഈ ആംഗിളും. അപ്പോൾ ഐ എന്തായിരിക്കും? 54 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം പാരലൽ ലൈൻസ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ട്രാൻസ്വേഴ്സൽ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് വേണം ആംഗിൾസ് നോക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഐയും 70യും കൂടെ എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ ഫുൾ ആംഗിൾ ഇവിടെ വരെ വന്നെങ്കിലേ എന്താകത്തുള്ളൂ? ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് ആവത്തുള്ളൂ. ഓക്കെ, അതേപോലെ ഇത് ഫുള്ളും കൂടെ എടുക്കരുത്, നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും. ആദ്യം പാരലൽ ലൈൻസ് നോക്കുക. ഇതുമാണ് പാരലൽ ലൈൻസ്. ഇത് ട്രാൻസ്വേഴ്സിലുമായി കഴിഞ്ഞാൽ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻസാണ് ഇൻറ്റീരിയർ ആംഗിൾസ് വരുന്നത് കേട്ടോ. സോ ഐ ഈസ് ഈക്വൽ ടു 54. ഇനി ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, 3 പാരലൽ ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. നമ്മൾ ജെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 3 ലൈൻസും പാരലലാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ലൈനും ഈ ലൈനും പാരലലാണ്. ഇത് നമുക്ക് ട്രാൻസ്വേഴ്സലായിട്ടും എടുക്കാം. അപ്പോൾ ഞാൻ അത് രണ്ടും മാത്രം ഇങ്ങോട്ടൊന്ന് മാറ്റിയെടുക്കുന്നു കേട്ടോ. ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 97 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിള് ജെ എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഈ ലൈനും പാരലലാണ്, 3ഉം പാരലലാണ്. ഇത് നമ്മൾ ട്രാൻസ്വേഴ്സലായിട്ടും എടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. സോ ജെ ഈസ് ഈക്വൽ ടു 97 ഡിഗ്രി. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പാരലൽ ലൈൻ വന്നു എന്നും പറഞ്ഞ് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, 3ഉം പാരലലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് എന്ന് പറയാം. പക്ഷേ ഇത് രണ്ടും കൂടെ നിങ്ങൾ എടുക്കരുത്. കാരണം എന്താണ്? ഈ രണ്ട് ലൈൻസ് പാരലല്ല. ഇത് ട്രാൻസ്വേഴ്സലായിട്ട് എടുത്താലും ഇത് രണ്ടും പാരലല്ല. പാരലൽ അല്ലാത്തിടത്തോളം കാലം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കത്തില്ല? ഈക്വൽ ആയിരിക്കത്തില്ല കേട്ടോ. എപ്പോഴും പാരലൽ ലൈൻസ് നോക്കുക, എന്നിട്ട് അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സിൽ വെച്ച് വേണം നിങ്ങൾ ആംഗിൾ നോക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ